നമസ്കാരം. ലോകകപ്പ് വിശേഷങ്ങളുമായി ഫുട്ബോളും ആരംഭിക്കുകയാണ്. 6ാം ലോക കിരീടമെന്ന സ്വപ്നവും പ്രതീക്ഷയുമൊക്കെയായി ഇറങ്ങിയ ബ്രസീൽ. പക്ഷേ തുടക്കം അത്രമാത്രം ഗംഭീരമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. ബ്രസീലിനെ വിറപ്പിച്ചുകൊണ്ടാണ് മൊറോക്കോ ഗ്രൂപ്പ് സിയിലെ ആവേശകരമായ പോരാട്ടത്തിന് തുടക്കമിട്ടത്. രണ്ടു ടീമിനും ഓരോ ഗോൾ വീതം നേടിയാണ് ബ്രസീലിനെ സമനില കൊണ്ട് മടങ്ങേണ്ടി വന്നത്. ആദ്യ പകുതിയിൽ തന്നെയായിരുന്നു 2 ഗോളുകളും. 21ാം മിനിറ്റിൽ ഇസ്മായിൽ സൈബരിയുടെ ഗോളിൽ മൊറോക്കോ ആണ് ആദ്യം ലീഡ് എടുക്കുന്നത്. 32ാമത്തെ മിനിറ്റിൽ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ അതിഗംഭീരമായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് മഞ്ഞപ്പടയ്ക്ക് സമനില ഗോൾ നൽകി. ഈ ആദ്യ പകുതിയിൽ ബ്രസീലിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു മൊറോക്കോ. 12 മിനിറ്റുകൾക്കുള്ളിൽ 6 ഗോൾ നീക്കങ്ങൾ. അങ്ങനെയായിരുന്നു മൊറോക്കോയുടെ ഒരു തുടക്കം. 15 മിനിറ്റുകൾക്ക് ശേഷം അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ 73% ബോൾ പൊസിഷനും അത് മൊറോക്കോയ്ക്കായിരുന്നു. 6 ഷോട്ടുകൾ മൊറോക്കോയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇനി 14ാമത്തെ മിനിറ്റിൽ മൊറോക്കോ ഗോൾ കീപ്പർ മാത്രം മുന്നിലുള്ളപ്പോൾ ഒരു അവസരം ഇഗോർ തിയാഗോ പാഴാക്കി. പിന്നീട് ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ, അതായത് മൊറോക്കോയുടെ ഗോൾ വന്ന വഴിയെന്നാൽ ആ ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ നിന്നും ബ്രാഹിം ഡയസ് തുടങ്ങി വെച്ച ഒരു നീക്കം അതാണ് മൊറോക്കോയുടെ ഗോളിലേക്ക് എത്തിച്ചത്. ബ്രാഹിം നൽകിയ പന്ത് ഇസ്മായിൽ സായബരി ബ്രസീലിയൻ പ്രതിരോധം മറികടന്ന് അലിസൺ ബക്കറിന് മുകളിലൂടെ വലയിലേക്കാക്കി. വിനീഷ്യസ് ജൂനിയറുടെ വ്യക്തിഗത ഇൻഡിവിജ്വൽ ബ്രില്യൻസിലായിരുന്നു ബ്രസീലിന്റെ സമനില ഗോൾ. ഈ ഗോളോടുകൂടി മൊറോക്കോയ്ക്കെതിരെ ആത്മവിശ്വാസം ബ്രസീൽ വീണ്ടെടുത്തു. ശക്തമായ കളിയിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ വീണ്ടും ഗോൾ സ്കോർ ചെയ്യാൻ മാത്രം സാധിച്ചില്ല. ഏതാണ്ട് 80,000-ലേറെ കാണികൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ 2ാം പകുതി ബ്രസീൽ സ്വന്തമാക്കി എന്നുള്ളതാണ് ബ്രസീലിയൻ ആരാധകർക്ക് ആശ്വാസകരം. ഇനി മൊറോക്കോയെ സംബന്ധിച്ചാണെങ്കിലും മൊറോക്കോയുടെയും പെർഫോമൻസ് അത്രമാത്രം പൂർണ്ണതയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഓരോ പോയിന്റ് വീതം നേടി 2 ടീമും അങ്ങനെ ആ ഗ്രൂപ്പ് സിയിലെ ഗ്ലാമർ പോരാട്ടം സമനിലയിൽ അവസാനിപ്പിച്ചു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അവസാന നിമിഷത്തിൽ സമനില പിടിച്ചെടുത്ത് ഖത്തർ. ലെവസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ, അതായത് വിസിൽ മുഴങ്ങാൻ ഏതാനും മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഗോള് നേടുന്നത് ഖത്തർ. ബോലം ബൗക്കി നേടിയ ഹെഡർ ഗോളാണ് ഖത്തറിന് ഒരു പോയിന്റ് സമ്മാനിക്കുന്നത്. അങ്ങനെ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ഭൂരിഭാഗം സമയവും മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിന്റെ നിയന്ത്രണത്തിലായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ സ്വിറ്റ്സർലൻഡ് സൃഷ്ടിക്കുകയും ചെയ്തു. 17ാം മിനിറ്റിലാണ് അവർ ലീഡ് നേടിയത്. റിമോ ഫ്രോയിലറിനെ ഖത്തർ ഗോൾ കീപ്പർ മഹമ്മൂദ് അബുനാദ ഫൗൾ ചെയ്തപ്പോൾ ലഭിച്ച പെനാൽറ്റിയാണ് ബ്രയൽ എംബോള ഗോളാക്കി മാറ്റിയത്. അങ്ങനെ 1-0 മുന്നിലെത്തി. സ്വിറ്റ്സർലൻഡ് ജയിച്ചു എന്ന് തോന്നി, അല്ലെങ്കിൽ റഫറി ഫൈനൽ വിസിൽ വിളിക്കാൻ പോകുന്നു എന്നുള്ള ഘട്ടത്തിലായിരുന്നു ഖത്തറിന്റെ സമനില ഗോൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാളി താരം തഹ്സീൻ മുഹമ്മദ് ജംഷീദിന് അവസരം ലഭിച്ചില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് നിരയിൽ ബെഞ്ചിൽ തന്നെയായിരുന്നു തഹ്സീൻ സ്ഥാനം. ഒപ്പം സ്കോട്ട്ലൻഡ് ഹെയ്ത്തി മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ലോകകപ്പ് വേദിയിൽ. സ്കോട്ട്ലൻഡും ഹെയ്ത്തിയും മത്സരിക്കുമ്പോൾ 1-0 ഇപ്പോൾ സ്കോട്ട്ലൻഡ് മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സ്കോട്ട്ലൻഡ് 1-0 മുന്നിട്ട് നിൽക്കുന്നത്. 51 മിനിറ്റ് ആയിരിക്കുന്നു നിലവിൽ. അതിൽ 28ാം മിനിറ്റിൽ മക്ഗിന്നിന്റെ ഗോളിലാണ് സ്കോട്ട്ലൻഡ് ഹെയ്ത്തിക്കെതിരെ ഇപ്പോൾ ലീഡെടുത്ത് നിൽക്കുന്നത്. ഇനി ലോകകപ്പിലെ മത്സരങ്ങൾ ഇന്ന് ആവേശകരമായി തന്നെ പുരോഗമിക്കും. ഇന്ന് രാത്രി മത്സരമുണ്ട്. രാത്രി 10:30 ജർമ്മനി കുറാസോയെ നേരിടുകയാണ്. ജർമ്മനിയുടെ പോരാട്ടം തുടങ്ങുകയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ. ഇനി ജർമ്മനിയിൽ നിന്നൊരു കാഴ്ചയിലേക്ക് പോകാം. ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങിയാൽ ഈ പ്രവചന സിംഹങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയുണ്ടല്ലോ. 2010 ലോകകപ്പിലെ മത്സരങ്ങൾ കൃത്യമായി പ്രവചിച്ച പോൾ നീരാളിയാണ് മനുഷ്യബുദ്ധിയേക്കാൾ കൃത്യത കാണിച്ചത്. ഇത്തവണ ഒരു ആനയും ഒരു ഒറാങ്കുട്ടാനുമുണ്ട് പ്രവചനവുമായി. അതും ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനിയുടെ ഇന്നത്തെ മത്സരത്തിന്റെ പ്രവചനമാണ് അവർ നടത്തുന്നത്. ഒറാങ്കുട്ടാൻ പ്രവചിച്ചത് ഒന്ന്, ആന പ്രവചിച്ചത് മറ്റൊന്ന്. ആര് ശരിയാകുമെന്നുള്ള കാത്തിരിപ്പിലാണ് അവർ. ഒരു വയസ്സിന്റെ മുഖഭാവത്തോടെ നീന്തി നടന്ന് പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പോൾ നീരാളിയെ ഫുട്ബോൾ ആരാധകർ മറക്കാനിടയില്ല. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിൽ താരങ്ങളെക്കാൾ വലിയ താരമായിരുന്നു അന്ന് പോള്. മത്സരിക്കുന്ന ടീമുകളുടെ പതാകകൾ പതിപ്പിച്ച 2 പെട്ടികൾ. ഏത് പെട്ടിയിൽ നിന്ന് പോൾ നീരാളി ഭക്ഷണമെടുക്കുന്നോ ആ ടീം ജയിക്കും എന്നതായിരുന്നു പ്രവചനം. യാദൃശ്ചികമായിരിക്കാം, പക്ഷേ അന്ന് ഫൈനലിലെ സ്പെയിനിന്റെ ജയം ഉൾപ്പെടെ പോൾ കീറുകൃത്യമായി പ്രവചിച്ചു. മാസങ്ങൾക്ക് ശേഷം ആ പോൾ നീരാളി ചത്തപ്പോൾ പോലും ലോകം മുഴുവൻ വാർത്തയാക്കി. ജർമ്മനിയിലെ ആ പ്രവചന നീരാളിക്ക് ശേഷം ഇപ്പോൾ
ജർമ്മനി തന്നെ അവതരിപ്പിക്കുന്നു 2 പുതിയ പ്രവചനക്കാരെ, താരകും വാൾട്ടറും. കൊളോൺ മൃഗശാലയിലെ താരങ്ങളാണ് 2 പേരും. ഏഷ്യൻ ആനയാണ് താരക്. രാജ്യങ്ങളുടെ കൊടികൾ പതിപ്പിച്ച പന്തുകൾ താരകിന് നൽകും. ഏത് പന്തിൽ ചവിട്ടുന്നുവോ ആ ടീം ജയിക്കുമെന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത്. ജർമ്മനി കുറസാവ് മത്സരത്തിന്റെ പ്രവചനമാണ് ആദ്യം നോക്കിയത്. കൃത്യമായി ജർമ്മൻ പതാകയുള്ള പന്ത് തന്നെ ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് താരകൻ. അടുത്ത പ്രവചനക്കാരൻ വാൾട്ടർ എന്ന ഒറാങ്കുട്ടാനാണ്. വാൾട്ടറിന് ഭക്ഷണം നിറച്ച 2 പെട്ടികളാണ് നൽകുന്നത്. 2 പൊതികളും വാൾട്ടർ എടുത്തെങ്കിലും കുറസാവ് പതാക പതിച്ച പൊതിയിൽ നിന്നാണ് അവൻ ഭക്ഷണം കഴിച്ചത്. രണ്ടുപേരും 2 പ്രവചനങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ കൊളോൺ മൃഗശാല അധികൃതർ കാത്തിരിപ്പിലാണ്. ആരുടെ പ്രവചനമാകും ശരിയാവുക എന്ന ആകാംക്ഷയിൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഈ ഫിഫ ലോകകപ്പിന് ആവേശം പകരാൻ ടെക്സസിലെ ഗാൽവെസ്റ്റൺ തീരത്ത് ഒരു ഓറഞ്ച് അതിഥി എത്തിയിട്ടുണ്ട്. ഡച്ച് ഫുട്ബോൾ ആരാധകരുടെ ജനപ്രിയ ചിഹ്നമായിട്ടുള്ള ഓറഞ്ച് ബസ്സാണ് അമേരിക്കൻ മണ്ണിൽ ഇപ്പോൾ എത്തി ആവേശം തീർക്കുന്നത്. കഴിഞ്ഞ 22 കൊല്ലമായി ഡച്ച് ടീമിനൊപ്പം എല്ലാ വേൾഡ് കപ്പിലും ആരാധകരുടെ ഈ ഓറഞ്ച് ബസ് കൂടെയുണ്ട്. ഗാൽവെസ്റ്റൺ തുറമുഖത്ത് കപ്പിലിറങ്ങിയപ്പോൾ മുതൽ ഈ ഓറഞ്ച് ഡബിൾ ഡക്കർ ബസ് കാണികളുടെ ശ്രദ്ധാകേന്ദ്രമായി. ഗാൽവെസ്റ്റൺ മേയർ ജോൺ പോൾ ലിസ്റ്റോവ്സ്കിയുടെ സാന്നിധ്യത്തിൽ ഗംഭീര വരവേൽപ്പാണ് ബസിന് ലഭിച്ചത്. This shows how important soccer is to the whole world, and so just the bus coming through Galveston kind of makes our connection with the rest of the world and to FIFA and the World Cup. വരും ദിവസങ്ങളിൽ ഡാലസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൂടെ ഈ ബസ് പര്യടനം നടത്തും. ഞായറാഴ്ച ജപ്പാനെതിരായ നെതർലാൻഡ്സിന്റെ ആദ്യ മത്സരത്തിന് മുന്നോടിയായി ആയിരക്കണക്കിന് ആരാധകരെ അണിനിരത്തിയുള്ള ഓറഞ്ച് ഫാൻ വാക്ക് പരേഡിന് ഓറഞ്ച് ബസ് നേതൃത്വം നൽകും. 22 വർഷമായി ഫ്രാൻസ് പീറ്റേഴ്സ് എന്ന ആരാധകനാണ് ഓരോ ലോകകപ്പ് വേദിയിലേക്കും ബസ് ഓടിക്കുന്നത്. ആരാധകർക്ക് സന്തോഷം പകരുന്ന ചലിക്കുന്ന ആഘോഷം എന്നാണ് ബസിനെ അവർ വിശേഷിപ്പിക്കുന്നത്. For us is it a unique trip to go to America because the bus is an English bus. It was very hard to get it here because we have a lot of paperwork for it, but we make a very good trip, we hope. First we go to Dallas, then we come back to this beautiful Houston, and we hope to come there more because when we are going first. ലോകകപ്പ് ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത ഏറ്റവും മികച്ച ടീം എന്ന പേരുദോഷം ഇത്തവണ ക്യാപ്റ്റൻ വിർജിൻ വാൻ ഡിക്കിന്റെ നേതൃത്വത്തിൽ മാറ്റിയെഴുതാമെന്ന പ്രതീക്ഷയിലാണ് ഡച്ച് സംഘം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഫുട്ബോൾ ആവേശത്തിലാണല്ലോ ലോകം മുഴുവനും. പോലീസിനും തലയിൽ ഫുട്ബോൾ ജ്വരം കയറിയാൽ എങ്ങനെ ഉണ്ടാവും? പെറുവിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ലഹരി കച്ചവടക്കാരെ പിടിക്കാൻ ലോക ഭാഗ്യചിഹ്നങ്ങളുടെ വേഷമിട്ട് പോയ പോലീസുകാരെ കാണാം. മേപ്പിൾ, സായു, ക്ലച്ച് ഇവരാണ് ഈ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ അഥവാ മാസ്കറ്റ്സ്. മാൻവർഗത്തിൽപ്പെട്ട കാനഡക്കാരനാണ് മേപ്പിൾ. മെക്സിക്കൻ ചീറ്റപ്പുലിക്കുട്ടനാണ് സായു. അമേരിക്കൻ പരുന്ത് ക്ലച്ചും. 3 ആതിഥേയ രാജ്യങ്ങളിൽ നിന്നും ഓരോ മാസ്കറ്റ് വീതം. ലോകകപ്പ് ആവേശം തുടങ്ങിയതിനാൽ ആ ആവേശത്തിനൊപ്പം ചേർന്നൊരു പോലീസിനെ കാണാം. പെറുവിലെ പോലീസാണ്. ഒരു ലഹരി കച്ചവടക്കാരന്റെ വീട്ടിൽ റെയ്ഡിന് പോയതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലോകകപ്പ് ടച്ച്. മേപ്പിളും സായുവും ക്ലച്ചും ഒക്കെയായി ഇരച്ചു കയറി പെറു പോലീസ്. ഇതെന്ത് ഫാൻസി ഡ്രസ് നമ്പർ എന്ന് കാണും ആ ക്രിമിനലുകൾ. എന്തായാലും റെയ്ഡ് മോശമായില്ല. കൊക്കൈനും അനധികൃത പിസ്റ്റളും ഒക്കെ റെയ്ഡിൽ പൊക്കി. ഒൻപത് വർഷത്തോളം ലഹരി കേസിൽ അകത്ത് കിടന്നയാളാണ് പ്രതി. പോലീസുകാരൻ പറയുന്നതാണ് രസകരം. ഈ പ്രതിയാളൊരു കടുത്ത ഫുട്ബോൾ പ്രേമിയാണ്. എന്നാൽ പിന്നെ ഫുട്ബോൾ വേഷത്തിലാകട്ടെ റെയ്ഡും തീരുമാനിച്ചു. Nos pudimos dar cuenta que esta persona que íbamos a intervenir era un aficionado aférrimo al fútbol, ¿no? Y estaba viviendo la fiebre del mundial, ¿no? Es así que procedimos a mimetizar mi personal terna. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18.
ഈ ലോക പ്രവചനവും കളി വിശകലനവും ഒക്കെ തനതായ ഏർനാടൻ ശൈലിയിൽ നടത്തി ശ്രദ്ധേയനായിട്ടുള്ള സുബൈർ വാഴക്കാട് ഇത്തവണ അർജന്റീന കപ്പ് നിലനിർത്തും എന്നാണ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ബ്രസീൽ അവസാന റൗണ്ടിൽ എത്തിയേക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഫ്രാൻസ് കരുത്തുള്ള ടീമാണ്. ഈ ലോകകപ്പ് നേടി മെസ്സിക്ക് രാജകീയ വിടചൊല്ലൽ വീണ്ടും ഒരിക്കൽ കൂടി ടീം നൽകുമെന്നാണ് സുബൈർ വാഴക്കാടിന്റെ പ്രവചനം. ഓരോ ലോകകപ്പിലും ഓരോ താരങ്ങളുണ്ടാകും. എന്നാൽ കഴിഞ്ഞ 2 ലോകകപ്പിൽ തുടർച്ചയായി താരമായ ഒരാൾ വാഴക്കാടുണ്ട്, നമ്മുടെ സുബൈർക്ക. ഫുട്ബോൾ കണ്ട് ഫുട്ബോൾ പറഞ്ഞ് ആണ് അദ്ദേഹം താരമായത്. അർജന്റീനയുടെ കട്ട ആരാധകൻ. അങ്ങനെ ഫുട്ബോൾ കളി പറഞ്ഞും അതിൻ്റെ വിലയിരുത്തിയൊക്കെ സുബൈർക്ക താരമായതോടെ അർജന്റീന ആരാധകർ അദ്ദേഹത്തിനൊപ്പം വന്നു. അങ്ങനെ അദ്ദേഹത്തിനൊരു വീട് നിർമ്മിച്ചു നൽകി. അതും അർജന്റീനയുടെ നിറം ഉള്ള ഫുട്ബോൾ മുകളിലുള്ള ഒരു അർജന്റീനയെ അടയാളപ്പെടുത്തുന്ന വീടാണ് സുബൈർക്കയ്ക്ക് അർജന്റീന ആരാധകരൊക്കെ നിർമ്മിച്ചു നൽകിയത്. നമുക്കെന്താണെങ്കിലും ഈ ലോകകപ്പിൽ സുബൈർക്കൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. സുബൈർക്ക എന്താണ്, ഉഷാറല്ലേ? ഞങ്ങൾ പറയായിരുന്നു കഴിഞ്ഞ 2 ലോകകപ്പിന്റെ പറഞ്ഞു താരമായതാണ് നിങ്ങൾ. അപ്പൊ ഇക്കുറിയത്തെ എന്തൊക്കെയാണ് നിങ്ങളെ ആലോചനകളും, എന്താണ് നിങ്ങളെയൊക്കെ ഒരു വിലയിരുത്തൽ? ഞാനിപ്പോ ഇങ്ങനെ 2018 തുടക്കുന്നത്. അന്ന് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. 4-3 അർജന്റീന ഫ്രാൻസിനോട് പരാജയപ്പെടുക 2018 പ്രീ ക്വാർട്ടറിൽ. അപ്പം അർജന്റീന പരാജയപ്പെട്ട ഒരു ടെൻഷൻ. അപ്പം എന്നോട് ആൾ വിജയത് പരാജയം എന്ന് പറഞ്ഞ് അങ്ങനെ ആകെ വൈറലായതാണ്. 18 മുതൽ തുടങ്ങിയതാണ്. ഇപ്പൊ നീ നടത്തപ്പോൾ 48 രാജ്യമാണല്ലോ ലോകകപ്പ് പങ്കെടുക്കുന്നത്. ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 48 രാജ്യം ഉണ്ട്. അത് മാത്രമല്ല ഇതിഹാസങ്ങളുടെ വിടവാങ്ങൽ കൂടിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു അർജന്റീന ഫാൻസ് ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന ലോക ചാമ്പ്യനായി. ഫ്രാൻസിനെ ടൈം ബേക്കറിൽ പരാജയപ്പെടുത്തി. നല്ല ടീമാണല്ലോ യൂറോപ്പിൽ ഫ്രാൻസ്. അടുത്ത ഇതുവരെ ഒരു ജാതിയിൽ ഫൈനൽ കണ്ടോന്ന് സംശയമാണ്. എംബാപ്പ അടക്കം ഫോമുള്ള. അപ്പോൾ അത് അർജന്റീന ലോക കിരീടം നേടി. ഈ പ്രാവശ്യം അർജന്റീന സമ്മർദ്ദമില്ലാതെ കളിക്കണേ, ടെൻഷനില്ലാത്ത അർജന്റീനയാണ് കളത്തിൽ ഇറങ്ങാൻ പോണത്. അപ്പോൾ അർജന്റീന ആരാധകർക്കും ടെൻഷനില്ല, ഇരുന്ന് കളി കാണാം. അപ്പോൾ ടെൻഷനില്ലാതെ അർജന്റീന കളിക്കുമ്പോൾ അർജന്റീന നല്ല ശക്തരായിരിക്കും. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മെസ്സിഞ്ഞൊരു ലോക കിരീടം. അത് മാത്രമല്ല ഏഞ്ചൽ ഡി മരിയൻ്റെ വിരമിച്ചു പോയാൽ അതൊരു ചെറിയൊരു അഭാവം തന്നെ സംഭവിക്കും. ഏഞ്ചൽ ഡി മരസാറ്റി കളിക്കാരനാണ്. പിന്നെ ലേണസ് കെലോണി എന്ന് പറഞ്ഞ കോച്ച്, അവൻ നിക്കോ പാസ് ഇറ്റാലിയൻ ക്ലബ്ബ് കളിച്ചിട്ട് മിഡ്ഫീൽഡറായി തെരഞ്ഞെടുത്ത ഏറ്റവും വലിയ കളിക്കാരൻ നിക്കോ പാസ്. അപ്പോൾ നിക്കോ പാസ് സെൻട്രലിൽ വരുമ്പോൾ അർജന്റീനയ്ക്ക് മെസ്സിക്കും ആൽവാരസിനും ഒക്കെ യഥാർത്ഥ ബോൾ കിട്ടാൻ കുറവുണ്ടായി. നിക്കോ പാസ് സെൻട്രലിൽ വരുന്നുണ്ട്. ലെൻസോ ഫെർണാണ്ടസ്, മക്കാലിസ്റ്റർ, അവിടെ പെരഡസ്, ഡീപോൾ ഒക്കെ, ലോസൽസോ കഴിഞ്ഞ ലോകകപ്പ് നഷ്ടപ്പെട്ട ഇനി പരിക്കിന്. അദ്ദേഹം നല്ല മിഡ്ഫീൽഡറാണ്. അപ്പോൾ അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഡിഫൻസ് ആർക്കും പറയേണ്ടിയില്ല. ഓട്ടോമെൻറ്റി, റൊമോറോ, ടാക്ലിയാഫിക്കോ, പെസല്ല, മോണ്ടിയൽ, മൊളീന, ലിസാൻഡ്രോ മാർട്ടിനസ് ഒക്കെ നടങ്ങുന്ന പിന്നെ ഡിഫൻസ്. പിന്നെ പറയേണ്ടത് എമിലിയാനോ മാർട്ടിനസ് ഗോൾ കീപ്പർ. അങ്ങനെ ഒരു ഇതാണ്. അപ്പം അർജന്റീന മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷ. ഇതാണ് അർജന്റീനയുടെ പരമ്പരാഗത എതിരാളികളായ ബ്രസീലിന്റെ സാധ്യതകൾ. ഇത്തവണ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാർലോസ് ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ കോച്ചാണ് ഇപ്പോൾ ഒരു തിരിച്ചു വിളിച്ചത്. ലോകകപ്പ് യോഗ്യതയിലൊക്കെ തപ്പിത്തളിഞ്ഞ ബ്രസീലിനല്ല, കാർലോസ് ആഞ്ചലോട്ടി വന്ന ഒരുപാട് മാറ്റം ബ്രസീലിന് സംഭവിച്ചിട്ടുണ്ട്. ആലീസൺ എന്ന് പറഞ്ഞ ബെറ്റോ എന്ന് പറഞ്ഞ ആലീസൺ എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ നല്ല ഗോൾ കീപ്പറാണ്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ 2002 ജപ്പാൻ കൊറിയ ലോകകപ്പിലാണ് ബ്രസീൽ അവസാനമായി ലാറ്റിൻ അമേരിക്കയിൽ കിരീടം പോയി. അതിനുശേഷം ബ്രസീൽ കിരീടം നേടിയില്ല. ഇതുവരെ നെയ്മറിന്റെ അവസാന ലോകകപ്പാണല്ലോ. അപ്പോൾ കാർലോസ് ആഞ്ചലോട്ടി, റാഫീഞ്ഞ, വിനീസസ് ഒക്കെ അടങ്ങിയ ടീമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മുന്നേറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ഞാൻ ഉറപ്പ് പറയില്ല. കാരണം ലോകകപ്പ് 4 രാഷ്ട്രങ്ങളൊപ്പം ശക്തരാണ്. ഒന്ന് പിന്നെ അർജന്റീന മോശക്കാരല്ല, ഞാൻ പറഞ്ഞത് ലെസ്കനോണി. അവിടെ ദശാംശ് അടങ്ങുന്ന പിന്നെ ഫ്രാൻസ്, എംബാപ്പ ശക്തമായ ഒരു കളിക്കാരനാണ് എംബാപ്പ. അവിടെ അതേമാതിരി പിന്നെ റോബർട്ടോ മാർട്ടിനസിൻ്റെ പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ അവസാന ലോകം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരും ശക്തരാണ്. പിന്നെ സ്പെയിൻ, ലോകത്തെ ഏറ്റവും വലിയ സ്പെയിൻ, ലൂയിസ് ഡെലഫോണ്ട എന്ന് പറഞ്ഞ കോച്ചാണ് അവരുടെ കോച്ച്. അവിടെ ജമാൽ വില്യംസ് അടങ്ങുന്ന അറ്റാക്കിംഗ് നിര അസാധ്യം തന്നെയാണ് സ്പെയിൻ. കഴിഞ്ഞ പ്രാവശ്യം യൂറോ കപ്പ് നേടി സ്പെയിനാണ്. അപ്പോൾ സ്പെയിനും എഴുതിയിരിക്കണം. 4-5 രാജ്യം ഇപ്പോൾ ശക്തരാണ്. അപ്പോൾ ടൈം ഒരു പ്രശ്നമായിട്ട് ലോകകപ്പിന് ആരവം കുറച്ച് കുറവുണ്ടോ സംശയമുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ കോങ്ങാട്, പാലക്കാട് അവിടെയൊക്കെ അസാധ്യമായ ഫ്ലെക്സ് ബോർഡ് മലപ്പുറം അവിടെ അതെ മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടല്ലോ. അപ്പം ആരവത്തിലേക്ക് കടന്നിണ്. ഞാൻ 4 വർഷത്തിലുള്ള കളിയാണല്ലോ. അപ്പോൾ ആരവം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ 2018 മുതൽ കളി പറയാൻ തുടങ്ങിയായിരുന്നല്ലോ. ഇപ്പോൾ 2026 എത്തുമ്പോൾ
ആൾക്കാർ എങ്ങനെ കളി പറയച്ചല് വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്താ നിങ്ങളൊരു അനുഭവം? അതെ അതെ, ആൾക്കാർ എന്നെ അറിയാത്തവര് ആരുമില്ല. പിന്നെ ഇപ്പോൾ പല പരിപാടി നടക്കുന്നുണ്ട്, അതൊരു രസമാണല്ലോ, ജനങ്ങളെ അറിയാറിഞ്ഞല്ലേ. ഇപ്പോൾ 18 മുതൽ ഒരു ആവേശം തന്നെ, ചാനലായിട്ടും മറ്റായിട്ടും. കുട്ടികൾ സ്കൂളിൽ പോണ കാലത്ത് അങ്ങനെ ടൂർണമെന്റ് പോയി കളിച്ചില്ല, ക്ലബിലൊന്നും പോയി കളിച്ചില്ല, ഗ്രൗണ്ടിൽ വീട്ടിക്ക് വിടില്ല, അപ്പൊ അങ്ങനെ കളിച്ചിട്ടുള്ളൂ. അർജന്റീനയാണ് നിങ്ങളെ ജീവിതം എങ്ങനെ ആക്കിയത്? തീർച്ചയായിട്ടും. ഇപ്പോൾ അഫീക്ക എന്ന് പറഞ്ഞ പയ്യന്നൂരുകാരൻ സ്മാർട്ട് ട്രാവൽസ് UAE-ലുള്ള അദ്ദേഹമാണ് ഈ വീടുണ്ടാക്കി തന്നത്. ഈ ഖത്തർ ലോകകപ്പ് അയാൾ UAE ഞാൻ പോയി, UAE പോയി അദ്ദേഹത്തെ അടുത്ത് വെച്ച് കണ്ടിനി. അപ്പൊ അയാളാണ് സമ്മാനങ്ങളൊക്കെ അർജന്റീനക്കാർ അർജന്റീനൊന്നും വേറെ ആൾക്കാർ ഇതൊക്കെ ഉണ്ട്, പല ക്ലബ്ബുകാരും. അതെ അതെ, ഞാൻ പറഞ്ഞതല്ല, ഓരെന്നെ ആവശ്യപ്പെട്ട് ഇങ്ങനെ അർജന്റീന ആകുമ്പോൾ അർജന്റീന വീടുമാണല്ലോ, അപ്പൊ അർജന്റീന മോഡലാക്കിയതാണ്. എന്നാണെങ്കിലും അർജന്റീന ഒരിക്കൽ കൂടി കിരീടം നേടി മെസ്സിക്ക് രാജകീയമായ വിടവാങ്ങൽ നൽകുമെന്നാണ് പ്രതീക്ഷ. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, ലയണൽ സ്കലോണി എന്ന് പറഞ്ഞ കോച്ച് തന്ത്രശാലിയായ കോച്ചാണ്. പിന്നെ എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്, മൂസോയുണ്ട്, റൂളിയുണ്ട്. ഈ ഗോളികാപ്പന്മാരൊക്കെ 3 ഗോളിമാരും നല്ല ഗോളിമാരാണ്. എന്നാലും അർജന്റീന ആരാധക സന്തോഷം കേൾക്കാൻ സ്കലോണിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ. അർജന്റീനയ്ക്ക് ഏറ്റവും ശക്തമായ വെല്ലുവിളി ആര് നൽകും അവസാനമായിട്ട്? അവസാനം വെല്ലുവിളി ഫ്രാൻസും സ്പെയിനും ആയിരിക്കും. അതാണ്. എന്തായാലും സുബീർക്ക പറഞ്ഞതൊക്കെ അച്ചട്ടായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ നടക്കുമോ എന്നുള്ളത് നമുക്ക് ഏതാനും ദിവസങ്ങളൊക്കെ അറിയാം. ലോകകപ്പിന്റെ ഓരോ പ്രധാനപ്പെട്ട സമയത്ത് നമുക്ക് സുബീർക്കാരെ വന്ന് സുബീർക്കാരൻ്റെ വിലയിരുത്തലൊക്കെ കുറച്ചുകൂടിയൊക്കെ വിശദമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിയും. അഖിലോട് പറഞ്ഞൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അർജന്റീന മത്സരം അത് 17-ാം തീയതിയാണ്. കാത്തിരിക്കാം അർജന്റീനയുടെ പ്രകടനം എന്താവും, കഴിഞ്ഞ ലോകകപ്പിൽ നടത്തിയെടുത്തെന്ന് അർജന്റീന തുടരുമോ എന്നുള്ളതൊക്കെ.